പാണ്ടിക്കാട് 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 25 വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ 27 ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം, മേലാറ്റൂർ റോഡ്, പാണ്ടിക്കാട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ വിജയമുറപ്പാക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പി വി അൻവർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തെ പരാജയപ്പെടുത്താൻ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ യുഡിഎഫ് വിജയമുറപ്പാക്കാൻ ഒന്നിച്ചു പ്രവർത്തിക്കുമെന്ന് പി വി അൻവർ വ്യക്തമാക്കി. പിണറായി വിജയന്റെ ഭരണത്തെ പരാജയപ്പെടുത്താൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യുഡിഎഫിലെ എല്ലാ ഘടക കക്ഷികളെയും സന്ദർശിക്കുന്നത് മര്യാദയാണെന്നും അടുത്ത 2 ദിവസത്തിനകം എല്ലാവരെയും സന്ദർശിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണ്. പിണറായി സത്തെ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ചാണ്, അതിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രത്യക്ഷമായി പിണറായി സത്തിനെതിരെ ഒരു പോരാട്ടം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണഗണങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതിനുള്ള ചില കാര്യങ്ങൾ മറുപടി അവർ നൽകിയിട്ടുണ്ട്. അവർക്കിനി UDF ലീഡർഷിപ്പുമായി സംസാരിക്കണം, കോൺഗ്രസ് ലീഡർഷിപ്പുമായി സംസാരിക്കണം. അതിനുശേഷം അതിന്റെ മുകളിൽ ഒരു തീരുമാനമുണ്ടാകും. ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്നലെ പറഞ്ഞു, വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിലമ്പൂരിൽ പിണറായിസം അവസാനിക്കണം. അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ജനവികാരമായി മാറണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ രാജിവെച്ചത്. എനിക്ക് എന്തിനാ രാജിവെക്കേണ്ട കാര്യം? ഒരു എന്താ പറയുക, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ്. അതിലെ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ആ ചർച്ചയെക്കുറിച്ച് ഇത്രേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ നിലമ്പൂരിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിന് വേണ്ടി ജനങ്ങളോട് നമ്മൾ തുറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ, അവിടുത്തെ വികസനവുമായി എന്തൊക്കെ തടസ്സങ്ങളാണ്. 16, 21 ഗവൺമെന്റിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 21, 26 ഗവൺമെന്റിൽ മുഹമ്മദ് റിയാസ് മരുമകൻ അധികാരത്തിൽ വന്നതിന് ശേഷം എന്നെ തടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് റിയാസ് എങ്ങനെയാണ് തടയിട്ടത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ. നിങ്ങളൊന്നും കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. അപ്പോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതേ അല്ല. റിയാസ് അധികാര കേന്ദ്രമായി മാറിയതിനു ശേഷം എന്നെ തടുക്കുക എന്നതിന് ആദ്യമായിട്ട് റിയാസ് ഉപയോഗിച്ചത് നിലമ്പൂരിലെ 21, 26 വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ എന്താണ് മാർഗം? ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം, അവിടെ നടന്ന മുഴുവൻ പണികളും 16, 21 നടന്നാണ്. അതേസമയം നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളില്ലെന്ന് VD സതീശൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. AKG സെന്റർ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ പി വി അൻവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. CPIM ജനറൽ സെക്രട്ടറി MA ബേബിയെ കാഴ്ചക്കാരനാക്കി പിണറായി വിജയൻ സ്വന്തം കുടുംബാധിപത്യമാണ് അവിടെ കാണിച്ചതെന്ന് അൻവർ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.